ഹലോ കലൈ, ഫോണിൽ ആരുടെ സംസാരിക്കുന്ന പോലെ ധൈര്യമായിട്ട് നിന്റെ ലവിനെടുത്ത് പറ. അതിനെന്താ ഇങ്ങനെ ഒരു പൂവാല നടക്കുന്നു. പിള്ളേരൊക്കെ എന്നെ കളിയാക്കുക, വൺ സൈഡ് ലവ് എന്നും പറഞ്ഞു. അങ്ങനെയല്ലെന്ന് പ്രൂവ് ചെയ്ത് ഇന്ന് തന്നെ അവർക്ക് ട്രീറ്റ് കൊടുക്കണം. നിനക്കുള്ള പണി ധൈര്യമായിട്ട് സംസാരിക്കേ ഇപ്പൊ തന്നെ. ഹലോ അച്ഛാ, കയ്യില് തൂവാലയും കെട്ടി എന്റെ പുറകെ ഒരു ചെക്കൻ നടക്കുന്നില്ലേ, അവനാ ഞാൻ പറഞ്ഞ പയ്യൻ. ചേട്ടാ 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 എന്നെ വിട്ടേക്കേട്ടാ, കാല് പിടിക്കാൻ ചേട്ടാ, പ്ലീസ് ചേട്ടാ, ഇനി ഇങ്ങോട്ട് വരില്ല ചേട്ടാ. അവന്റെ ഷഡ്ഡി എന്താണോ ഊരാത്ത, ഇതും കൂടെ അഴിച്ചെടുക്കണം. അത് അഴിക്കാൻ പോണോ? ഒരു മിനിറ്റ് നിൽക്ക്, ഞാൻ വീഡിയോ എടുത്തോട്ടെ. എടുക്ക്. ഫോൺ ആരാടാ? ബദ്മേട്ടൻ എന്തിനാടാ കിടന്ന് വിളിച്ചു പോകുന്നേ? ഇന്ന് തന്നെ പത്മേട്ടാ, ചേട്ടാ ചേട്ടാ പറയേട്ടാ. ആ ശരിയേട്ടാ, ഒരു പ്രശ്നമില്ല ഏട്ടാ. ചേട്ടൻ എന്തിനാ ഫോൺ ചെയ്യുന്നത്? ഞാൻ വെറും ചില്ലറയാ. എന്റെ ഏട്ടാ ചേട്ടൻ പറയാം, എന്തുകൊണ്ടും ചെയ്യാം. ഈ കൗൺസിൽ പദവിയൊക്കെ ചേട്ടൻ തന്ന ഭിക്ഷയാ. ചേട്ടനെ എനിക്കെല്ലാം. ചേട്ടൻ എവിടെയുണ്ടെന്ന് പറഞ്ഞാൽ മതി, 2 മിനിറ്റിൽ ചേട്ടന്റെ കാൽ കീഴിലുണ്ടാവും. ശരിയേട്ടാ, എന്നാ വയ്ക്കാൻ ചേട്ടാ. ഡാ, പത്മേട്ടന്റെ ഫോൺ വന്നോണ്ട് നീ രക്ഷപ്പെട്ടു. ഇല്ലെങ്കിൽ നിന്റെ ഷഡ്ഡി കൂടെ ഞാൻ അഴിച്ചേനെ. വണ്ടി എടുക്കടാ. മോനെ, അയ്യോ മോനെ, കൗൺസിലിന്റെ മോളുടെ പുറകെ നടക്കരുതെന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ലല്ലോ. എന്താണ് ഉണ്ടായേ? അച്ഛാ, ആ കൗൺസിലിന്റെ വീട്ടിൽ കയറി എന്റെ പാന്റ് ഷർട്ട് എടുത്തോണ്ട് അച്ഛാ. അപ്പോഴേ ഈ കണ്ടുവരുന്ന സ്കൂൾ പിള്ളേരെ നാളെ കളിയാക്കണ്ടിരിക്കുള്ളൂ. കൗൺസിലറെ എതിർത്തോണ്ട് നമുക്ക് ഈ നാട്ടിൽ ജീവിക്കാൻ പറ്റില്ല മോനെ. അടിക്കില്ലല്ലേ? എന്തെങ്കിലും ഒരു നിങ്ങൾ അടിച്ച് നാളെ കിടത്തി ഞാൻ